ഹലയ വിശകലന സമൂഹം നിങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. System.guru.markets കമ്പനിയുടെ സംഗ്രഹ ഡാറ്റയിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം. നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് താൽക്കാലികമായി നിർത്താം. ഓർഗനൈസേഷന്റെ ഓരോ സൂചകവും കൂടുതൽ വിശദമായി പരിശോധിക്കാൻ ഞങ്ങൾ നിർദ്ദേശിക്കുന്നു. ഞങ്ങൾ നിങ്ങളോടൊപ്പം കമ്പനിയുടെ പ്രധാന അടിസ്ഥാന സൂചകങ്ങൾ വിശകലനം ചെയ്യും. Deckers Outdoor Corp. Ticker DCK 2025 മെയ് 26 നിലവിലെ ഡാറ്റയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അവലോകനം. വർഗീകരണം അനുസരിച്ച് ഗുരു മാർക്കറ്റ്സ് കമ്പനി ഡാക്കേഴ്സ് ഔട്ട്ഡോർ ഉപവിഭാഗത്തിൽ പെടുന്നു. ക്ലോത്തിംഗ് ബ്രാൻഡ്സ് താരതമ്യത്തിൽ 46 ഓർഗനൈസേഷനുകൾ പങ്കെടുക്കുന്നു. ഇത് തികച്ചും പ്രാതിനിധ്യമാണ്. പഠിക്കുന്ന കമ്പനിയുടെ ഫലം ഇപ്രകാരമാണ്: 10 പോയിന്റിൽ 2.5. ഉപവിഭാഗത്തിന്റെ ശരാശരി സ്കോർ 1.3 പോയിന്റ്. നിങ്ങൾ വിശാലമായി നോക്കുകയാണെങ്കിൽ മൊത്തത്തിലുള്ള യുഎസ് വിപണിയിൽ മൊത്തത്തിൽ യുഎസ് സ്റ്റോക്ക് മാർക്കറ്റിന്റെ മൊത്തത്തിലുള്ള ശരാശരി റേറ്റിംഗ് 1.9 പോയിന്റാണെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. കമ്പനിയുടെ സ്കോറായ 2.5 എതിരായി ഡാക്കേഴ്സ് ഔട്ട്ഡോർ കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനാത്മക താരതമ്യം ചെയ്യുന്നു. ഡാക്കേഴ്സ് ഔട്ട്ഡോർ കോർപ്പ് ഉപവിഭാഗം ഓഹരികളും കഴിഞ്ഞ 12 മാസത്തെ സ്റ്റോക്ക് നമുക്ക് കാണാൻ കഴിയും. ഡാക്കേഴ്സ് ഔട്ട്ഡോർ കോർപ്പ് മൈനസിന്റെ മാറ്റം കാണിച്ചു, 32.6%. ഉപവിഭാഗത്തിലെ വില ചലനാത്മകതയ്ക്കെതിരെ -4.1%. ഒരു കോർപ്പറേഷന്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഡാക്കേഴ്സ് ഔട്ട്ഡോർ $15.34 ബില്യൺ. ഉപവിഭാഗത്തിന്റെ വിപണി മൂലധനം $267 ബില്യൺ. കമ്പനിയുടെ പുസ്തക മൂല്യം $2.51 ബില്യൺ. $52 ബില്യൺ ഉപവിഭാഗം മൂലധനം. മാർക്കറ്റ് ബുക്ക് വാല്യൂ ഷെയറുകൾ താരതമ്യം ചെയ്യുന്നതിലൂടെ നമുക്ക് ഇനിപ്പറയുന്നവ കാണാൻ കഴിയും. അധിനിവേശ വിഹിതം ഡാക്കേഴ്സ് ഔട്ട്ഡോർ ഉപവിഭാഗത്തിൽ വിപണി മൂല്യം വിലയിരുത്തുമ്പോൾ 5.752%. പുസ്തക മൂല്യം 4.824%. ഓർഗനൈസേഷന്റെ മാർക്കറ്റ് ഷെയറിന്റെ വിലയിരുത്തലും ഉപവിഭാഗത്തിന്റെ പുസ്തക മൂല്യവും മോശം, -1 പോയിന്റ്. സ്ഥാപനത്തിന്റെ കടങ്ങൾ $0.276 ബില്യൺ. പുസ്തക മൂല്യത്തിലേക്കുള്ള കടം ഇക്വിറ്റിയുടെ 11%. കമ്പനിയുടെ ഡെറ്റ് ലെവലിന്റെ ഫലം നല്ലത്, 1 പോയിന്റ്. കമ്പനിയുടെ ഓഹരി വിപണി മൂല്യവും ലാഭ അനുപാതവും 15.9 ആണ്. 22.6 എന്ന ഉപവിഭാഗത്തിന്റെ ശരാശരിയിൽ ഇത് ഉപവിഭാഗത്തേക്കാൾ 30% കുറവാണ്. ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ ഓഹരി വിലയും ലാഭ അനുപാതവും വിലയിരുത്തുക. നല്ലത്, 1 പോയിന്റ്. കഴിഞ്ഞ 12 മാസത്തെ ലാഭം $966 മില്യൺ. അടുത്ത 12 മാസത്തേക്ക് പ്രതീക്ഷിക്കുന്ന ലാഭം $1026 മില്യൺ. ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി ലാഭത്തിന്റെ സൂചകത്തിന്റെ വിലയിരുത്തൽ. നല്ലത്, 0.5 പോയിന്റ്. കമ്പനിയുടെ വിലയും വരുമാന അനുപാതവും 3.1 ആണ്. ഉപവിഭാഗത്തിന്റെ ശരാശരി 1.5 ആണ്. ഇത് ഉപവിഭാഗത്തേക്കാൾ 107% കൂടുതലാണ്. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിനിമയ വിലയും വരുമാന അനുപാതവും വിലയിരുത്തൽ. മോശം, -1 പോയിന്റ്. കഴിഞ്ഞ 12 മാസത്തെ വരുമാനം $4,990 മില്യൺ. അടുത്ത 12 മാസത്തേക്കുള്ള ഭാവി വരുമാനം $5,280 മില്യൺ. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഭാവിയിൽ പ്രതീക്ഷിക്കുന്ന വരുമാനത്തിന്റെ സൂചകത്തിന്റെ വിലയിരുത്തൽ. നല്ലത്, 0.5 പോയിന്റ്. വിൽപ്പന മാർജിൻ 19.4%. ഉപവിഭാഗത്തിന് ശരാശരി 6.7%. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ലാഭക്ഷമത വിലയിരുത്തൽ. നല്ലത്, 0.5 പോയിന്റ്.
ഉപവിഭാഗത്തിലെ ജീവനക്കാരുടെ എണ്ണം അനുസരിച്ച് കമ്പനിയുടെ വിഹിതം 0.962%. ഇത് വിപണി മൂലധന വിഹിതത്തേക്കാൾ 498% കുറവാണ്. കമ്പനിയുടെ ഓരോ ജീവനക്കാരന്റെയും വിപണി മൂലധനം $2,788,000 ആണ്. ഉപവിഭാഗത്തിൽ $467,000 ഉണ്ട്. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരന്റെ കമ്പനി മൂലധനത്തിന്റെ അളവ് വിലയിരുത്തൽ പാസാബിൾ 0. ഒരു ജീവനക്കാരന്റെ കമ്പനിയുടെ ലാഭം $175,000 ആണ്. ഉപവിഭാഗത്തിലെ ശരാശരി $20,000 ആണ്. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരന്റെയും ലാഭത്തിന്റെ വിലയിരുത്തൽ നല്ലത് 0.5. കമ്പനിയിലെ ഒരു ജീവനക്കാരന്റെ വിൽപ്പനയുടെ വിഹിതം $907,000 ആണ്. ഉപവിഭാഗം $309,000. ഉപവിഭാഗ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരന് വിൽപ്പന അളവ് വിലയിരുത്തൽ നല്ലത് 0.5. 5.9% എന്ന ഉപവിഭാഗത്തിന്റെ ശരാശരിയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഷോർട്ട് ചെയ്ത ഷെയറുകളുടെ എണ്ണം 4.8%. സൂചകം RSI 14 കമ്പനിക്ക് 34% നിലവാരം കാണിക്കുന്നു. ഡാക്കേഴ്സ് ഔട്ട്ഡോർ കോർപ്പ് ഉപവിഭാഗത്തിന് ഈ നില 54%. കമ്പനിയുടെ ഇപ്പോഴത്തെ ഓഹരി വില ഏകദേശം $101 ആണ്. കമ്പനിയുടെ ഓഹരികൾക്കുള്ള സമവായ വില ഏകദേശം $129 ആണ്. നമുക്ക് ഓർഡർ പട്ടിക നോക്കാം, അത് ലഭ്യമാണ്. അതിലേക്കുള്ള ഒരു ലിങ്ക് പിൻ ചെയ്ത കമന്റിലുണ്ട്. സ്റ്റോക്ക് മൂല്യനിർണ്ണയത്തിനുള്ള വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഈ സീസണിൽ എടുത്ത എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു. ഗുരു മാർക്കറ്റ്സ് ഓർഡർ ടേബിളിലേക്കുള്ള പ്രവേശനം സൗജന്യവും തുറന്നതുമാണ്. പിൻ ചെയ്ത കമന്റിലെ ലിങ്ക്. വിശകലനത്തിന്റെ ഫലമായി ഡാക്കേഴ്സ് ഔട്ട്ഡോർ മൂല്യനിർണ്ണയത്തിന്റെ വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഗുരു മാർക്കറ്റ്സ് ഇനിപ്പറയുന്ന തീരുമാനം എടുത്തു. ഈ വീഡിയോ ഒരു അവലോകനമായതിനാൽ ഡീൽ തുറക്കരുത്. ഈ വീഡിയോ കാണുന്നതിനും വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഉപയോഗിച്ചതിന് എല്ലാവർക്കും വളരെ നന്ദി. ഗുരു മാർക്കറ്റ്സ് നിങ്ങൾ ശരിക്കും ലോകത്തിലെ ഏറ്റവും മികച്ച ജനക്കൂട്ടമാണ്.